ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിപ്പോൾ ഉള്ളത് കോയമ്പത്തൂരാണ്. ഒരുപാട് ആഗ്രഹിച്ച് കാത്തിരുന്ന് പ്ലാൻ ചെയ്ത് വന്നിട്ടുള്ള ട്രിപ്പാണ് കേട്ടോ ഈ കോയമ്പത്തൂർ ട്രിപ്പ്. ഞാനും എൻ്റെ മിസ്സും കൂടിയാണ് വന്നിട്ടുള്ളത്. മിസ്സിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് നമ്മൾ താമസിച്ചത് കേട്ടോ. നമ്മളൊരു 4 days അവിടെ ഉണ്ടായിരുന്നു. ദീശാക്കയുടെ വീട്ടിലായിരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് കോയമ്പത്തൂർ, അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. നമുക്ക് പ്രത്യേകിച്ച് വലിയ പ്ലാനുകളൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് കോയമ്പത്തൂർ വരിക, പിന്നെ അവിടുത്തെ സാഹചര്യവുമായി അങ്ങനെ അങ്ങ് ഒഴുക്കിന് പോകുക എന്നുള്ള പ്ലാനായിരുന്നു. അല്ലാതെ അവിടെ പോകണം ഇവിടെ പോകണം അങ്ങനെ ഒരുപാട് പ്ലാൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. കുഞ്ഞു കുഞ്ഞു പ്ലാൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വീട്ടിലിരിക്കാനാണെങ്കിലും ഇവിടെ അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നില്ലേ, ഈ പപ്പിയുടെ പേരാണ് ഹാപ്പി. ഇവൻ എപ്പോഴും എന്താ പറയുക, നമുക്കൊരു നായ്ക്കുട്ടിയാണെന്ന് വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം മനുഷ്യനെ പോലെ തന്നെയാണ്. ഇത് ഡോർ തുറന്ന് തന്നെ പോകും. പിന്നെ ഇതിന് ഭയങ്കര മാനേഴ്സാണ്. അപ്പോൾ എനിക്കെന്താ വീട്ടിലിരുന്നപ്പോഴും ബോറടിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പുറത്ത് പോകുന്നതിനെക്കാട്ടിലും അടിപൊളിയായിരുന്നു ഹാപ്പിൻ്റെ കൂടെ വീട്ടിലിരിക്കാനായിട്ട്. സോ നമ്മൾ രാവിലെ പുലർച്ചയ്ക്കാണ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ പിറ്റേ ദിവസം പോയത് ഈശാ യോഗയിലേക്കാണ് കേട്ടോ. പോവാത്തവരെന്തായാലും പോകണം. ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഞാനീ പോകുന്ന വഴിയിലെല്ലാം ഈ കോലം ഇടുന്ന ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. കാരണം TV-യിൽ മാത്രമേ ഞാനിത് കണ്ടിട്ടുള്ളൂ. ഫസ്റ്റ് ടൈമാണ് നേരിട്ട് കാണുന്നത്. ഇപ്പം ഏതെങ്കിലും ഒരു വീടുകളുടെ മുമ്പിലാണെങ്കിലും ഈ ഹോട്ടൽസിൻ്റെ എല്ലാം മുമ്പിലാണെങ്കിലും എല്ലാം ഇങ്ങനെ കോലം വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കിത് ഇത് എന്താ ഈ ട്രഡീഷനുമായിട്ട് എനിക്ക് ഒന്നും പറയാനില്ല. കാരണം ഇത്രയും ഒരു കാര്യത്തിന് വേണ്ടി ഇപ്പം ഞാനൊക്കെ എന്ന് വെച്ചാൽ അത്ര രാവിലെ എഴുന്നേറ്റ് ഈ കോലം വരയ്ക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തമിഴ്നാട്ടിലാണെങ്കിൽ മിക്കവാറും എൻ്റെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കലേ ഉണ്ടാവുള്ളൂ. സോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് ഞാനിവിടെ ചെന്നതിന് ശേഷം കഴിച്ചതാണ് പൊങ്കൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത് കേട്ടോ. അവിടെ വേറെ ഇഡലിയും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എനിക്ക് കഴിച്ച ശീലമുള്ളത്. പക്ഷെ അതൊന്നും വേണ്ട, എന്തായാലും തമിഴ്നാട്ടിൽ വന്നതല്ലേ, ഫുഡൊക്കെ വെറൈറ്റി കഴിച്ച് നോക്കണം എന്ന് വെച്ച് പ്ലാൻ ചെയ്തിട്ട് തന്നെ വന്നതാണ്. അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ കേരളത്തിലെ ഒരു ടേസ്റ്റ് അല്ല, എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഈ തമിഴ് ട്രഡീഷനും തമിഴ് ഫുഡൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തെന്നറിയില്ല, പണ്ട് മുതലേ എനിക്കൊരു തമിഴ് ചായ ഉണ്ടെന്ന് പറഞ്ഞ പോലെയാണ്. സോ ഞാൻ അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നേരെ നമ്മൾ പോകുന്ന വഴിക്ക് അക്കയുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ പൂവൊക്കെ കെട്ടുന്ന ഭയങ്കര രസമായിരുന്നു. അത് നമ്മുടെ നാട്ടിലില്ലാത്തതാണല്ലോ. അമ്പലത്തിലൊക്കെ റെയറായിട്ടൊക്കെ കണ്ടാലേ ഉള്ളൂ. പക്ഷെ ഇവിടെ ഇങ്ങനെ വീട്ടിലിരുന്നിട്ട് പാട്ടി ഇങ്ങനെ പൂവ് കെട്ടുന്നുണ്ടായിരുന്നു. സോ അതൊക്കെ ഞാൻ ജസ്റ്റ് വീഡിയോയിലെടുത്തു. നേരെ പോയത് ഈശയിലേക്കാണ്. അങ്ങോട്ട് പോകുന്ന വഴിയിലുള്ള വ്യൂ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ. അങ്ങോട്ടേക്ക് കയറുമ്പം തന്നെ ഭയങ്കര പീസ്ഫുള്ളാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അക്കയാണെങ്കിലും മിസ്സാണെങ്കിലും എന്നെ ഭയങ്കര കെയർ ചെയ്താൽ കൊണ്ടുപോയത്. സോ എനിക്ക് തലച്ചോറ് പ്രവർത്തിപ്പിക്കേണ്ടതില്ലാത്തൊരു ട്രിപ്പായിരുന്നു. എന്നെ കറക്റ്റായി കെയർ ചെയ്ത് ഗൈഡ് ചെയ്ത് അവർ കൊണ്ടുപോയിക്കോളും. അതുകൊണ്ട് എനിക്കിത് കണ്ട് ആസ്വദിച്ചാൽ മാത്രം മതിയായിരുന്നു. ഗൈസ്, ഞാൻ കോയമ്പത്തൂർ പോയിട്ടുണ്ടായിരുന്നത് ഫെസ്റ്റിവൽ ടൈമിലായിരുന്നു. പൊങ്കൽ ടൈമിലാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഈശോയിൽ നമ്മൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ എന്തായാലും പോയിട്ട് കാണണം കേട്ടോ. പിന്നെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാളവണ്ടി കയറിയത്. നമ്മൾ ഈ കാണുന്ന പോലത്തെ ഞാൻ ഉദ്ദേശിച്ച പോലത്തെ കാളവണ്ടിയല്ല, പക്ഷേ നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഗൈസ്, ഞാൻ முதட்டடவே കാളവണ്ടി പോരെ நான் இல்ல ഈശോൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ, അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് വീഡിയോസോ ഫോണോ ഒന്നും അലൗഡ് അല്ല. അതുകൊണ്ട് തന്നെ ഭയങ്കര സമാധാനമുണ്ട് കേട്ടോ.
എന്താ പറയുക, നമ്മൾ ഈ ഫോണൊക്കെ മാറ്റി വെച്ച് കുറച്ച് സമയം മാറി നമ്മളെ തന്നെ ഒന്ന് മനസ്സിലാക്കി മൈൻഡൊക്കെ ഒന്ന് മനസ്സമാധാനമായിട്ടിരിക്കുമ്പോൾ വേറെ ഏതോ ഒരു വേൾഡിലെത്തിയ പോലെയാണ്. ഒന്നാമത് ഞാനൊക്കെ ഹൈപ്പർ ആക്റ്റീവാണ്, ഒരു സ്ഥലത്ത് ഉറച്ചിരിക്കാൻ പറ്റാത്തൊരു മൈൻഡ് സെറ്റാണ് എൻ്റെയൊക്കെ. പക്ഷെ ഞാനൊക്കെ അവിടെ പോയി ഒന്നും പറയാൻ പറ്റില്ല, ചന്ദ്രകുണ്ടത്തിലൊക്കെ കുളിക്കണം. അത് എനിക്കിത് എങ്ങനെയാണ് പറഞ്ഞ് എക്സ്പ്ലോർ ചെയ്ത് എങ്ങനെയാണ് നിങ്ങൾക്ക് പറഞ്ഞാൽ ഒരിക്കലും പറ്റില്ല. നിങ്ങൾക്ക് സാഹചര്യം ഉണ്ടെങ്കിൽ എന്തായാലും പോകാമെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു കൂളിങ്ങും പിന്നെ എന്താ പറയുക, നമ്മൾ ഭയങ്കര അടിപൊളിയാണ്. കുറേ പ്രാവശ്യം എനിക്ക് വീഡിയോ എടുക്കണം തോന്നിയൊരു ഇതാണ്. പക്ഷേ ഒന്നും വീഡിയോ എടുക്കാൻ ഫോൺ കയ്യിലില്ലാത്തതുകൊണ്ട് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഈ പോകുന്ന വഴിയും ഇതിനകത്ത് വരച്ചേക്കുന്നൊക്കെ ശില്പങ്ങളൊക്കെ ആണെങ്കിലും എല്ലാം ഭയങ്കര ഏസ്തറ്റിക്കാണ് കേട്ടോ. ഞാനതെല്ലാം വീഡിയോ എടുക്കുമായിരുന്നു. ഏസ്തറ്റിക്കാണെന്ന് പറഞ്ഞിട്ട് അന്നൊക്കെ തന്നെ ഞാൻ ഇൻസ്റ്റയിലൊക്കെ സ്റ്റോറി ആയിട്ടും സ്റ്റാറ്റസ് ആയിട്ടൊക്കെ പറ ഇട്ടതുകൊണ്ട് ഞാൻ ഇതിലും കുറേ അപ്ലോഡ് ആക്കിയിട്ടൊന്നും ഓവറാക്കുന്നില്ല. എന്തായാലും ഈ വഴിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് കഴിഞ്ഞ് വീട്ടിലെത്തിക്കഴിഞ്ഞ് നൈറ്റ് നമ്മൾ കുളിച്ച് ഹാപ്പിനെയും കുളിപ്പിച്ചു കേട്ടോ. ഞാനല്ല, അക്ക കുളിപ്പിച്ചു. അത് കഴിഞ്ഞ് ഹാപ്പിനെ കുറച്ച് സമയം അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ടിരുന്നു. நம்ம குளிச்சதோட நல்லா ഈ കാണുന്നത് ദീശാക്കയുടെ അമ്മയാണ് കേട്ടോ. അമ്മയുണ്ട്, ഒരു ബ്രദറും ഉണ്ട്. രണ്ടുപേരും ഭയങ്കര കമ്പനിയാണ്. ഞാനിത് പുറത്തുനിന്ന് വന്ന ആളാണെന്നോ ഇത് കേരളത്തിൽ നിന്നുള്ള വേറെ ഏതോ കുട്ടിയാണെന്നോ അങ്ങനത്തെ യാതൊരു ഭാവവും ഇല്ലായിരുന്നു. എന്നാൽ ഇത് ആരാ വന്നേന്ന് പോലും എന്നോട് ചോദിച്ചിട്ടില്ല. വന്നപ്പോൾ തന്നെ അവിടുത്തെ ആൾക്കാരെ പോലെ സംസാരിച്ച് കമ്പനിയായി ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു അപരിചിതത്വം തോന്നില്ലായിരുന്നു. പിന്നെ നമ്മൾ നൈറ്റ് ഫുഡ് കഴിച്ചു. അപ്പോൾ ഇവർ എനിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ബിരിയാണി ഉണ്ടാക്കുക, അതുണ്ടാക്കി ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഒന്നും ഉണ്ടാക്കണ്ട, നിങ്ങൾ നമ്മൾ നേറ്റീവായിട്ടുള്ള എന്താണോ നിങ്ങളെ വീട്ടിലൊക്കെ കഴിക്കുന്ന ആ സാധനം തന്നെ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് പരിപ്പ് സാധമാണ്. എന്താ ടേസ്റ്റ് എന്നറിയോ? ഏതാ ടേസ്റ്റ്, ഭയങ്കര അടിപൊളിയാണ്. എനിക്കതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. മിസ്സ് എല്ലാ പണിയെടുത്തോളും കേട്ടോ. എനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. എനിക്ക് അതിൽ ഭയങ്കര എന്താ ഞാൻ പറയാം, മിസ്സിനോട് നന്ദിയാണോ പറയേണ്ടത് ഈ അവസരത്തിൽ എനിക്കറിയില്ല. ശരിക്കും ഇപ്പം ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്താ പറയുക, എല്ലാം ചെയ്ത് തരുമായിരുന്നു. ഞാൻ വെറുതെ ട്രിപ്പ് മൂട്ടിലിങ്ങനെ അടിച്ച് പൊളിച്ച് നടക്കുമായിരുന്നു. മിസ്സ് എല്ലാ പണിയെടുത്തതിൻ്റെ കൂടെ തന്നെ നടക്കുമായിരുന്നു. അന്ന് നൈറ്റ് പിറ്റത്തെ ദിവസമായിരുന്നു പൊങ്കൽ കേട്ടോ. അപ്പം അന്ന് നൈറ്റ് നമ്മളെല്ലാവരും കൂടി കോലം വരച്ചു. എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. പിന്നെ കൂടെ നിന്നിങ്ങനെ ചുമ്മാ ഹെൽപ്പ് ചെയ്യുന്നവർക്ക് എന്തൊക്കെയോ കാണിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പുറത്ത് നല്ല കളറൊക്കെ ഉള്ളൊരു കോലവും പിന്നെ വീടിൻ്റെ തൊട്ട് മുന്നിലായിട്ട് വെറുതെ വൈറ്റ് കളറിലുള്ള കോലമാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. നല്ല ലേറ്റായിട്ടാണ് നമ്മൾ ഇട്ടേട്ടോ. ലേറ്റ് നൈറ്റാണ് ഇതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. പുറത്ത് കോലം ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കറക്റ്റായിട്ട് മഴയും പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാം കയറി ഓടി. രാവിലെ എണീച്ചപ്പോൾ കോലത്തിന് കളറൊന്നും ഉണ്ടായിരുന്നില്ല. கேரளாவில் எதுக்கு கோலம்? கேரளா நாங்கெல்லாம் தான் கோலம். ஒரு கோலம். பூக்கோலம் അല്ലേ, പൂക്കളം. ஒவ்வொரு சைடும் ஒவ்வொரு மாதிரி ஆக்கி போயிட்டு. ஐயோ നല്ലതാ ഇருக்கு. ഗൈസ്, നിങ്ങൾ തമിഴല്ലാത്തൊരു ലാംഗ്വേജ് ഇതിനിടയിൽ കേട്ടായിരുന്നോ? എന്നാൽ ഇതിൻ്റെ പേരെന്തോ ബഡിഗാന്നോ അങ്ങനെ സംതിങ് ആണ്. ശരിക്കും ഇവർ തമിഴല്ല സംസാരിക്കുന്നത്. തമിഴിൽ സംസാരിച്ചാലേ എനിക്ക് എന്തെങ്കിലും മനസ്സിലാവും എന്നുള്ളതുകൊണ്ടാണ് ഇവർ കഷ്ടപ്പെട്ട് തമിഴ് സംസാരിക്കുന്നത്. ശരിക്കും ഇവർ ബഡിഗ ലാംഗ്വേജ് അങ്ങനെ എന്തോ കന്നഡ തമിഴ് മിക്സ് എന്തൊക്കെയാണ് സംസാരിക്കുന്നത്, എനിക്കൊന്നും മനസ്സിലായിട്ടില്ലായിരുന്നു. പിറ്റത്തെ ദിവസം രാവിലെ ദീശാക്ക ദോശയും ചട്നിയും ഉണ്ടാക്കുകയാണ് കേട്ടോ. അവിടെ നിന്ന് ചോദിച്ചപ്പോൾ നമ്മൾ ചുമ്മാ ഇങ്ങനെ കളിയാക്കി ടേസ്റ്റില്ല എന്നൊക്കെ പറയുമെങ്കിലും ദീശാക്ക നന്നായിട്ട് കുക്ക് ചെയ്യും. അടിപൊളി കുക്കാണ്, നന്നായിട്ട് ഉണ്ടാക്കും കേട്ടോ. എല്ലാ ഫുഡും നല്ല ടേസ്റ്റാണ് ആക്കി ഉണ്ടാക്കുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൽ ഞാൻ സബ് ടൈറ്റിൽ വെക്കണം, കാരണം ഇതൊക്കെ അക്കൊക്കെ മനസ്സിലാവണ്ടേ ഞാനീ പറയുന്നത്. അപ്പോൾ ഇവരെ ഫാമിലിക്ക് ഇത് മനസ്സിലാവണമെങ്കിൽ സബ് ടൈറ്റിൽ വെച്ചിട്ട് വേണം ഞാൻ ഇത് ഇടാൻ വേണ്ടി. ഗൈസ്, நானே நல்லா சாப்பிடணும் தான் இங்க வந்திருக்கீங்க. நீங்க அது எந்த சமைக்க சொல்றீங்க பண்றது? ഗൈസ്, ഇതാണ് നമ്മൾ മുറ്റത്ത് തൊട്ട് മുമ്പിൽ, അതായത് വീടിൻ്റെ തൊട്ട് മുമ്പിൽ വച്ചിട്ടുണ്ടായിരുന്ന കോലം ഇതാണ്. നന്നായിട്ടില്ലേ?
പിന്നെ വീടിൻ്റെ ഉൾവശമൊന്നും ഞാൻ ഇതുവരെ കാണിച്ചില്ലല്ലോ. നമ്മുടെ കേരളത്തിലെ പോലെയല്ല, വേറെ ഒരു ടൈപ്പ് വൈബാണ് വീടിൻ്റെ ഉള്ളിൽ കേട്ടോ. പിന്നെ ഇത് പൊങ്കൽ ടൈം ആയതുകൊണ്ട് ഇവർക്ക് എല്ലാ സാധനങ്ങളും എടുത്ത് പുറത്തിട്ട് വൃത്തിയാക്കണം. എല്ലാന്ന് വെച്ചാൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എടുത്ത് നിലത്തിട്ട് വൃത്തിയാക്കി തുടച്ച് വെക്കണം. കേരളത്തിൽ ചില സ്ഥലങ്ങളിൽ മാത്രം ഉത്സവമൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഉണ്ടെന്നറിയാം, പക്ഷെ എൻ്റെ നാട്ടിലേക്കില്ല കേട്ടോ. അപ്പോൾ എനിക്കിത് ആലോചിക്കുമ്പോൾ തന്നെ ടെൻഷനാകും. എൻ്റെ വീടൊക്കെ എങ്ങനെ ഇത്രയും വൃത്തിയാക്കുമെന്ന് ആലോചിച്ചിട്ട് തന്നെ എനിക്ക് ടെൻഷനാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ദോശയും ചട്നിയായിരുന്നു കേട്ടോ. എനിക്ക് എന്തോ രാവിലെ നന്നായിട്ട് കഴിക്കാൻ പറ്റിയില്ല, കാരണം തലേ ദിവസം പരിപ്പ് സാധനം കുറേ കഴിച്ചിട്ട് അത് വയറ്റിൽ തന്നെ കിടപ്പുണ്ടായിരുന്നു തോന്നുന്നു. വയറ് ഫുള്ള് നിറഞ്ഞിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ദോശ കുറച്ചേ കഴിക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് നമ്മളൊരു മൂവി കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് പിന്നെ തമിഴ് മൂവിയൊക്കെ എനിക്ക് ഓക്കെയാണ്. അവരെന്നോട് ചോദിക്കുന്നുണ്ട് മലയാളം നിൽക്കണമെന്ന്, പക്ഷെ എനിക്ക് മൂവി ഇപ്പം നമുക്ക് കുഴപ്പമില്ല എന്തായാലും. പിന്നെ കഴിച്ചൊരു പായസം പോലത്തെ സാധനമാണ് കേട്ടോ. ആക്ച്വലി ഇതിൻ്റെയൊക്കെ പേര് ഞാൻ അപ്പം നോട്ട് ചെയ്ത് വെക്കണം എന്ന് വിചാരിച്ചതാണ്. അപ്പോൾ വിചാരിച്ചു ഓർമ്മയൊക്കെ ഉണ്ടാവുമായിരിക്കുന്നു, പക്ഷേ സത്യം പറഞ്ഞാൽ മറന്നു. നല്ലൊരു നമ്മുടെ നാട്ടിലെ പായസം പോലത്തെ കുറച്ച് തിക്കായിട്ടുള്ള വേറൊരു സാധനം, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഈവനിങ് ആയപ്പോഴത്തേക്കും ഒരു ചായയൊക്കെ കുടിച്ചു. വീണ്ടും നമ്മളിങ്ങനെ മൂവി കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വേറെ പണിയൊന്നുമില്ല. വീട്ടിൽ നല്ല ടി വി ഉണ്ട്, അതുകൊണ്ട് ഒരേ സിനിമ കണ്ടുകൊണ്ടിരിക്കില്ലായിരുന്നു. ഈവനിങ് ആയപ്പോഴത്തേക്കും ഒരു ഷോപ്പിംഗ്, ഒരു സിനിമ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളങ്ങ് ഇറങ്ങി. അപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും റെഡിയാകാൻ വേണ്ടി ഞാൻ ആദ്യമേ റെഡിയാവും. അത് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാവരെയും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. ദീശാക്കയുടെ ബ്രദറും അമ്മയും ഞാനും മിസ്സും എല്ലാം ചേർന്നിട്ടാണ് പോയത്. പോകുന്നതിന് മുമ്പ് ഫുഡ് കഴിക്കാൻ വിചാരിച്ചു. അന്ന് ഈ മഷ്റൂം ബിരിയാണി ആയിരുന്നു കേട്ടോ. കേരളത്തിലുള്ള പോലെയല്ല, ഡിഫറെൻ്റ് ആണ്. എന്നാലും ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ കുറേ കഴിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിലെ കോലം കണ്ടോ ഗൈസ്? എനിക്കത് കണ്ടിട്ട് അസൂയായി. നമ്മൾ ഇത്ര വരച്ചപ്പോൾ ഇത്ര ഭംഗിയായി വന്നില്ല. സുമിയമ്മ എന്നോട് വീഡിയോ എടുക്കരുത് എന്ന് പറയാണ് കേട്ടോ. കാരണം മുടി ഇപ്പം കട്ട് ചെയ്തതാണ്, പഴനിയിലോ മറ്റോ പോയിട്ട് എന്തോ നേർച്ചയുടെ ഭാഗമായിട്ട് അങ്ങനെ. അപ്പം മുമ്പേ ഭയങ്കര സുന്ദരിയാണ് കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോസൊക്കെ കണ്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഭയങ്കര മോഡേൺ ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ആളാണ്. മുടി വെട്ടിയോണ്ട് ഇപ്പം ഇങ്ങനെയൊക്കെ നടക്കുന്നു. അതുകൊണ്ട് വീഡിയോ എടുക്കേണ്ടതെന്ന് എന്നോട് ആദ്യം പറയുമായിരുന്നു, ഈ കോലം ആരെയും കാണിക്കാൻ പാടില്ല എന്ന്. സോ നമ്മൾ നേരെ സ്റ്റുഡിയോയിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഒരുപാട് ഡ്രസ്സ് എടുത്ത് വെറുതെ ട്രയൽ നോക്കി അവസാനം മിസ് എടുത്ത ഡ്രസ്സാണ് ഞാൻ എടുത്തുകൊണ്ട് വന്നത്. അത്ര പോലെ എനിക്ക് അവിടുന്ന് എനിക്കൊരു ഓക്കെ ആയിട്ടുള്ള ഡ്രസ്സ് എനിക്ക് കിട്ടിയില്ല. പക്ഷെ നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ. ഒരുപാട് ഡ്രസ്സുണ്ട്, പക്ഷേ എന്തോ എനിക്കെന്തോ മൂഡ് വന്നില്ല. അത് കഴിഞ്ഞ് നേരെ അവിടുത്തെ ഒരു മോളിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പൊങ്കൽ ടൈം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ്. മുന്നേ ഉള്ളതിനെ അപേക്ഷിച്ച് അവർ പറഞ്ഞതാണ്, എനിക്കറിയില്ലല്ലോ. അപ്പോൾ നല്ല തിരക്കായിരുന്നു അവിടെ. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും വാങ്ങണം അങ്ങനത്തെ ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ കുറച്ച് സമയം ട്രെൻഡ്സിലും മാക്സിലും എല്ലാം പോയി കുറേ ഡ്രസ്സൊക്കെ നോക്കി. പിന്നെ അക്കൊക്കെ ഭയങ്കര ക്രേസാണ് ഷോപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. ഇങ്ങനെ ഓരോ കടയിൽ നടന്ന് ഒരുപാട് സാധനങ്ങൾ വാങ്ങും. പക്ഷെ എനിക്ക് അത്ര ഇതൊന്നുമില്ല. ഇപ്പം നിങ്ങൾ ഈ കാണുന്നില്ലേ ഇങ്ങനെ അലങ്കരിച്ച് വെച്ച ഇതെല്ലാം പൊങ്കൽ ടൈമിന് ചെയ്തതാണ്. പിന്നെ ഞാനും സുമിയമ്മയും വേറെ വഴിക്കായിരുന്നു, മിസ്സും അക്കയും വേറെ വഴിക്കായിരുന്നു. നമ്മൾ രണ്ടുപേരും കൂടെ വേറെ കുറേ സാധനങ്ങളാണ് നോക്കിയത്. അവർ ഫുള്ള് ഡ്രസ്സിൻ്റെ ഇവിടെയാണ് നോക്കിയത് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഇത്രയും ഷോപ്പ് ചെയ്യുമ്പോൾ കൂടെ നിൽക്കാൻ പറ്റില്ല. ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കി. ഈ കാര്യത്തിലൊക്കെ ഞാൻ ഒരു ബോയ്സിൻ്റെ ടൈപ്പാണ് കേട്ടോ. ഒരുപാട് സമയം നിന്ന് ഒരുപാട് വലിച്ചു വാരിയിട്ട് ഷോപ്പ് ചെയ്യാൻ പറ്റേയില്ല എന്നുള്ള സത്യം ഞാൻ ഇവരുടെ കൂടെ നിന്നിട്ടാണ് മനസ്സിലാക്കിയത്. പിന്നെ നമ്മുടെ നാട്ടിൽ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ലാത്തൊരു സാധനമാണ്. അതിൻ്റെ ഞാൻ പ്രൊനൗൺസ് ചെയ്താൽ തെറ്റിപ്പോവും. എൻ്റെ 100 പ്രാവശ്യം അവർ അക്കിയും മിച്ചും മാറി നിന്ന് പറയാൻ പഠിപ്പിച്ചാണ്. പക്ഷേ എന്നിട്ടും എനിക്കത് പറയാൻ കിട്ടത്തില്ല. ഇതിൻ്റെ പേര് ശരിക്കും കാലനോ അങ്ങനെ എന്തോ കണ്ടോ, ഞാൻ പറഞ്ഞാൽ തെറ്റും. അതാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും നിങ്ങൾക്കത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നത്. എന്തോ കാലാണോ അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പേര്. ഓക്കെ, അങ്ങനെ ഇരിക്കട്ടെ. ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, ഭയങ്കര അടിപൊളിയാണ്. ഇപ്പം എനിക്ക് അതിൻ്റെ ടേസ്റ്റ് വായി തന്നെയുണ്ട്. പക്ഷേ ഇത് നമ്മുടെ നാട്ടിൽ നമുക്ക് കിട്ടാറേ ഇല്ല. എനിക്ക് പാനിപ്പൂരി അങ്ങനത്തെയൊക്കെ ഇത് ഉള്ള സ്ഥലത്താണ് ഇതുണ്ടായിരുന്നത്. അടിപൊളി ടേസ്റ്റാണ്, ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ഇവരാണെങ്കിൽ സിനിമയ്ക്ക് പോകേണ്ട തിരക്കിൽ എന്നോട് പെട്ടെന്ന് കഴിക്കുന്നതുകൊണ്ട് എനിക്കാണ് അത് ആസ്വദിച്ച് കഴിക്കാനും പറ്റിയില്ല. പിറ്റത്തെ ദിവസവും നമ്മൾ പോയിട്ട് ഒരു പൊങ്കൽ ടൈം ആയതുകൊണ്ട് തന്നെ നമ്മളിവിടെ പോയിട്ട് ഇതുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് തന്നെ അവർ നമ്മളെ തെറി വിളിക്കാനത് ഭാഗ്യം. കാരണം അവർ വെച്ച് ഈ പൊങ്കൽ ടൈമിൽ ഇതൊന്നും തുറന്നു വെച്ചുകൊണ്ട് ആരും ഇരിക്കുമൊന്നും അല്ല എന്നുള്ള മൂഡിലാണ് നമ്മളോട് സംസാരിച്ചത്. നേരെ തിയേറ്ററിൽ പോയി. അവിടെ മഴയായിരുന്നു കേട്ടോ, നല്ല മഴയായിരുന്നു. അതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ടാണ് പടം തുടങ്ങിയത്. കാതിലേക്ക് നേരമില്ലായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളി പടമാണ്, കണ്ടില്ലെങ്കിൽ നഷ്ടമായിപ്പോയിന്. പിന്നെ എന്താ പറയുക, അത്രേ ഉള്ളൂ. നല്ല പടമായിരുന്നു. പടം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഒരു കോഫി കുടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത അവിടുത്തെ കാര്യമാണ് ഈ കോഫിയും ടീയൊക്കെ കേട്ടോ. ഭയങ്കര കടുപ്പമാണ്, ഭയങ്കര പാലാണ്. അവർ പറയുന്നത് കേരളത്തിലേതാണ് ടേസ്റ്റ് ഇല്ലാത്ത ചായ എന്ന്. ഞാൻ അത് അംഗീകരിച്ച് കൊടുക്കുന്നു. കാരണം നമ്മളിവിടെ അത്രയും പാലും അത്രയും പഞ്ചസാരയൊന്നും ഇടാറില്ലല്ലോ. അവിടെ ഭയങ്കര ഓവറാണ്. എനിക്കത് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റിയിട്ടില്ല. എനിക്ക് അത്രയും കടുപ്പവും പാലൊന്നും ആവശ്യമില്ല. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു കേട്ടോ.
ആസ് യൂഷ്വൽ വീട്ടിലെത്തി കുറച്ച് സമയം ഹാപ്പി ആയിട്ട് കളിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് ഫോണിൽ കളിയായിരുന്നു. മൂന്ന് പേരും ഒരുമിച്ച് കിടക്കാമെന്ന് പറഞ്ഞിട്ട് കിടക്കും, പിന്നെ ഒരേ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കും. രണ്ടു ദിവസം കൊണ്ട് തന്നെ ഹാപ്പിയും ഞാനും നല്ല ഫ്രണ്ട്സായിട്ടോ. അതെൻ്റെ കൂടെ തന്നെ നടക്കാൻ തുടങ്ങി. നെക്സ്റ്റ് ഡേ നമ്മൾ ഒരുങ്ങി പോകാൻ പോകുന്നത് ഒരു ഡാൻസറിൻ്റെ വീട്ടിലോട്ടാണ്. അക്കയുടെയും മിസ്സിൻ്റെയും ക്ലാസ്മേറ്റ് ആണ്. അത് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ശരിക്കും എല്ലാ ഡാൻസേഴ്സൊക്കെ നമുക്കൊക്കെ ഭയങ്കര പ്രീഷ്യസ് ആയിട്ട് തോന്നുന്നൊരു സ്ഥലമാണ്. കാരണം അവർ പാരമ്പര്യമായിട്ടുള്ള 4 തലമുറ ഡാൻസേഴ്സാണ്. അവർ കല്യാണം കഴിച്ചിരിക്കുന്നത് ഒരു ഡാൻസറിനെയാണ്. ഒരു കുഞ്ഞു വാവയും കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. കമ്മൽ ഏത് സെലക്ട് ചെയ്യണം എന്നുള്ള ആലോചനയിലാണ്. രണ്ടുപേരും പൊട്ട് സെലക്ട് ചെയ്യാൻ എടുത്തത് അരമണിക്കൂർ. ഏത് കമ്മൽ? അപ്പുറം ഒന്നും ഇല്ലേ? സമയം എത്രയായി? 12:33. ഇപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള വീട്. വീട്ടിലോട്ട് കയറുമ്പോൾ തന്നെ നല്ല രസമാണ് കേട്ടോ. പുറത്താണെങ്കിലും ഭയങ്കര നൊസ്റ്റാൾജിക് ഫീലാണ് അതിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ തന്നെ. അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറി. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടുന്ന് കഴിച്ചിട്ടുള്ള ഫുഡാണ് കേട്ടോ. ശരിക്കും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇപ്പോഴും അതിൻ്റെ ടേസ്റ്റ് എനിക്ക് പോയിട്ടില്ല. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. ഭയങ്കര സദ്യ പോലെ കുറേ ഡിഷൊക്കെ ഉണ്ടായിട്ട് അങ്ങനെ നല്ല രസമായിരുന്നു. എനിക്ക് എടുക്കാൻ പറ്റില്ല. ആൻഡ് ഇതാണ് ഇവരുടെ മുകളിലത്തെ ഡാൻസ് ക്ലാസ്. വേറെ ക്ലാസ് എടുക്കുന്നുണ്ട്. ഇത് വീടിൻ്റെ മുകളിലുള്ളത് കേട്ടോ. ഈ നടരാജൻ്റെ ഒക്കെ വരച്ചിട്ട് നല്ല എസ്തറ്റിക് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പാനിപ്പൂരിയൊക്കെ കഴിച്ചതിന് ശേഷം വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ഹാപ്പിനെയും കൊണ്ട് അണ്ണൻ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹാപ്പി ഞാൻ പറഞ്ഞില്ലേ മനുഷ്യക്കുട്ടിനെ പോലെയാണ് ശരിക്കും. അപ്പോൾ പിന്നെ സ്കൂട്ടിയിലൊക്കെ കയറിയവൻ അങ്ങനെ പോകും കേട്ടോ. ഒരു നൈറ്റ് റൈഡൊക്കെ പോകും ഹാപ്പി. നൈറ്റാണ്, എനിക്ക് പരിചയമില്ലാത്ത സ്ഥലമാണ്. അതുകൊണ്ട് മിസ്സിൻ്റെ കൈ വിടാതെ പിടിച്ചാണ് നടക്കുന്നത് കേട്ടോ. കുറേ ദൂരേക്ക് നടന്നു പോകുമ്പോൾ ഞാൻ ഈ വിട്ടുപോകും. എൻ്റെ സ്വഭാവം അങ്ങനെയാണ്. നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്തപ്പോൾ എങ്ങനെയായിരിക്കും. ഞാൻ ഓരോ സ്ഥലത്ത് നിൽക്കും വീഡിയോ എടുക്കും, ഓരോ സ്ഥലത്തേക്കും വീഡിയോ എടുക്കും. അതുകൊണ്ട് മിസ്സിൻ്റെ കൈ പിടിച്ചുകൊണ്ട് തന്നെയാണ് പോയത്. അപ്പോൾ എനിക്ക് സൗകര്യമായിട്ട് വീഡിയോ എടുക്കാം. പുറകെ പോയാൽ മതിയല്ലോ. ഇനി വീട്ടിലെത്തിയതിനു ശേഷം വീണ്ടും ഫുഡ് കഴിച്ചു കേട്ടോ. എന്താ കഴിച്ചതെന്ന് അക്ക തന്നെ പറഞ്ഞിരുന്നായിരിക്കും. ஊட்டில பீன்ஸ் தான் ஃபேமஸ். அங்க மட்டும் தான் உனக்கு இந்த பீன்ஸ் கிடைக்கும். அண்ட் அங்க இருக்கிறவங்க மட்டும் தான் இதை சாப்பிடுவாங்க. நீ இதை சாப்பிட்டு ஒரு நான்வெஜ் ஃபீலிங் ടാറ്റാറ. അന്ന് നൈറ്റ് പിന്നെ പ്രത്യേകിച്ച് വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പുലർച്ചെ വരേണ്ടതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഭയങ്കര എക്സാഗ്രേറ്റ് ചെയ്യുന്ന പോലെയും അല്ലെ കുറച്ച് ഓവറൊക്കെ പറയുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ടാവാം. അത് കാര്യമൊക്കെ ഉണ്ട്. ഞാനൊരു സൊള്ളിൻ്റെ പുറത്ത് അങ്ങനെയൊക്കെ പറയും. ഒന്നും മെയിൻ ചെയ്യേണ്ട. അങ്ങനെ ഞാൻ കണ്ണൂർ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.